ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ആപ്പിളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന സമയത്ത് അത് വെച്ചിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 ചെറിയ ആപ്പിൾ അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ തൊലി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. അപ്പോൾ ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ബൂസ്റ്റ് ചേർക്കാം. ബൂസ്റ്റ് ഈ ഒരു അളവ് തന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റാവും മുന്നിട്ട് നിൽക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഇനി നല്ല തണുത്ത പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല്, അതൊന്ന് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കി വരുന്ന പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ പാല് നമ്മൾ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടിയാക്കി എടുത്തതിന് ശേഷം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. അവിലെന്ന് പറയുമ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അവിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതായത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ വെറുതെ പാനിലിട്ടിട്ട് ആ അവിലൊന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ വറുത്തെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് പഴവും ചേർത്ത് കൊടുക്കാം. പഴം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പഴമാണുള്ളത് അതെടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ചേർക്കുക. ഇതിന് മേലെ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ആ ഷേക്ക് അടിച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് പത പോലെ ഉണ്ടാവില്ല, അത് 2-3 ടേബിൾ സ്പൂൺ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ പിന്നെ കുറച്ച് ആപ്പിളും പഴവും അതുപോലെ തന്നെ അവിലും വെച്ച് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് റോസ്റ്റഡ് കാഷ്യൂനട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പീനട്ടോ അങ്ങനെയുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. നടുക്കിലായിട്ട് ഒരു ചെറിയും വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ അവസാനം ഒരു 2 നുള്ളു ബൂസ്റ്റും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് കഴിക്കണം. ഇത് അധിക സമയം വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലുണ്ടാവും. അപ്പോൾ തിക്കായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലൊന്ന് കട്ടിയാക്കി എടുത്തതിന് ശേഷം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അവിലും പഴവും അതുപോലെ തന്നെ ആപ്പിളും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്